കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ അവസാനമായി ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തീകരിച്ചു. സാമാന്യം നല്ല പോളിംഗ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോളിംഗിലേക്ക് എത്തിയില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി കേരളത്തിലെ മറ്റു പാർലമെന്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട് നല്ല പോളിംഗാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും തങ്ങളുടെ ജനാധിപത്യ അവകാശം നിർവഹിച്ച എല്ലാ വോട്ടർമാരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. കോഴിക്കോട് ഇന്നലെ സാമാന്യത്തിൽ കവിഞ്ഞ ചൂടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ കുഴഞ്ഞു വീണ അനുഭവമൊക്കെ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകൾക്ക് ക്യൂ നിന്ന് വോട്ടവകാശം രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം നിർവഹിച്ചിട്ടുള്ള വോട്ടർമാർ അങ്ങേയറ്റത്തെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതിനോട് സഹകരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും അഭിനന്ദനമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഈ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാനും അവരുമായി സംസാരിക്കാനും ഒക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഉണ്ടായത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരിമിതികൾ ഉണ്ടായിട്ടും ആ ശ്രമത്തിൽ ഒരു പരിധിവരെ ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിൽ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും നിർലോഭമായിട്ടുള്ള സഹകരണമാണ് കോഴിക്കോടെ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കി എന്നെ കുഴപ്പത്തിൽ ചാടിക്കാൻ നിങ്ങളാരും പരിശ്രമിച്ചിട്ടില്ല. അത് അങ്ങേയറ്റമാണ് സന്തോഷകരമാണ്. അതിൽ അങ്ങേയറ്റം നന്ദിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായത്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായത് തെരഞ്ഞെടുപ്പ് വൈകാനിടയായിട്ടുള്ള ഒരു കാരണമാണ്. രാവിലെ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരിമാരുടെ ഭാഗത്തുണ്ടായത്. എല്ലാ കാലത്തും ഓപ്പൺ വോട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇതൊരു പുതിയ സമ്പ്രദായമൊന്നുമല്ല. ഓപ്പൺ വോട്ടിന് വരുന്ന ആളുകൾ ആ വോട്ടർ സ്വമേധയാ നൽകുന്ന ഡിക്ലറേഷൻ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിലുള്ളത്. ആ വോട്ടറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരോ പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥന്മാരോ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വോട്ടറെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിയിട്ടല്ല പോളിംഗ് ബൂത്തിലേക്ക് കയറുന്നത്. വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരാൾക്കും പോളിംഗ് ബൂത്തിൽ വരാം. അയാളുടെ സ്വയം ഡിക്ലറേഷൻ അംഗീകരിക്കാൻ പ്രിസൈഡ് ഓഫീസർക്ക് ബാധ്യതയുണ്ട്. അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യതയോ അത് ന്യായമാണോ അന്യായമാണോ എന്ന് എഴുതി പരിശോധിക്കേണ്ട ബാധ്യതയൊന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കില്ല. അതാണ് സാധാരണ ഇത്രയും കാലം നാം സ്വീകരിച്ച രീതി. അതിനു പകരമായി ഡിക്ലറേഷൻ നടത്തുന്ന വോട്ടർമാരുടെ മുമ്പിൽ അവർ വലിയ ചോദ്യം ചെയ്യുന്ന വിധേയമായതാണ് പല സ്ഥലത്തും പ്രശ്നമുണ്ടായത്. അതിന് പേരിലാണ് രാവിലത്തെ പോളിംഗ് നീണ്ടുപോയി. ജില്ലാ ഭരണാധികാരിമാരുടെ ഭാഗത്തു നിന്ന് ഓപ്പൺ വോട്ട് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്ന മെസ്സേജ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. അത് പോളിംഗ് വൈകിക്കാനുള്ള എല്ലാ ബൂത്തിലും അതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പോളിംഗിന്റെ സമയം അപകരിച്ചിട്ടുള്ള സമ്പ്രദായം. രണ്ടാമത്, വലിയ സമയം ഒരു വോട്ട് ചെയ്തെടുക്കാൻ വലിയ സമയമെടുക്കുന്നത്, അതും പോളിംഗ് വൈകിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. സാധാരണ 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രക്രിയ 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ എടുക്കുന്നത്. എനിക്കത് കോഴിക്കോട് മാത്രമല്ല എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും നമ്മെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് വൈകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ
ജില്ലാ ഭരണാധികാരിയായാലും ബാക്കി ഉദ്യോഗസ്ഥന്മാരായാലും തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നത്. വോട്ടർമാരെ ബൂത്തിൽ നിന്ന് അകറ്റാനല്ല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നലെ പല സ്ഥലത്തും ഉണ്ടായത് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും അനാവശ്യമായിട്ടുള്ള നിർബന്ധ ബുദ്ധികളും ഒട്ടും പ്രായോഗികമല്ലാത്ത തീരുമാനങ്ങളുമെല്ലാം വോട്ടർമാരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വോട്ടർമാരെ കൺഫ്യൂഷനാക്കി അവരെ പോളിംഗ് ബൂത്തിലേക്ക് അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും പുനഃപരിശോധിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിയന്ത്രണങ്ങളാവാം, പക്ഷേ നിയന്ത്രണങ്ങൾ ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പോലും അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പലതും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലാ ഭരണാധികാരിയുടെ ഭാഗത്ത് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത് മൊത്തമുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം നിയന്ത്രണങ്ങൾ ഒരിക്കലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയോ വോട്ടിംഗ് സംവിധാനത്തെയോ ഗുണപരമാകില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നിട്ടും രാത്രി വൈകിയും സമചിത്തതയോടുകൂടി ആളുകൾ ക്യൂ നിന്നിട്ടുണ്ട്. 9:30-10 മണി വരെയാണ് ഇന്നലെ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് നടന്നത്. ആ സമയം വരെ സമാധാനപരമായി വോട്ടർമാർ ക്യൂ നിന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് സഹകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം നീക്കങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, 2 കാര്യം സൂചിപ്പിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ ബോധപൂർവ്വം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട മോഡിയുടെ ഗ്യാരണ്ടിയാണ്. ആ മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്താൽ അതിന്റെ പ്രയോജനം ദേശീയ ജനാധിപത്യ സഖ്യത്തിനായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റു പല വിവാദങ്ങളും ഉണ്ടാക്കി യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടായി. അത് മോഡി ഗ്യാരണ്ടി എന്നുള്ള ഏറ്റവും ഫലപ്രദമായ മുദ്രാവാക്യത്തെ പുറകിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ്. ഈ വിവാദങ്ങളെല്ലാം അവർ പരസ്പരം തീരുമാനിച്ചുറപ്പിച്ച വിവാദങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ആദ്യം അവർ പരിശ്രമിച്ചത് ആളുകളെ മതപരമായിട്ട് ചെയ്തിരിക്കാനായിരുന്നു. CA-യുടെ വിജ്ഞാപനം വന്നപ്പോൾ ആ വിജ്ഞാപനത്തിനെതിരായിട്ട് രാജ്യത്തൊരിടത്തും ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലല്ലേ പ്രക്ഷോഭം ഉണ്ടാകേണ്ടത്, തലസ്ഥാന നഗരിയിൽ. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? AICC-യുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിൽ CA-ക്കെതിരായിട്ട് ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം താമസിക്കുന്ന ഉത്തർപ്രദേശിന്റെ പശ്ചിമ ബംഗാളിലെ കേരളത്തെക്കാൾ കൂടുതൽ. അവിടെ ഇതിനെതിരായിട്ടുള്ള ഒരു ചെറിയ റാലി പോലും കോൺഗ്രസ് സംഘടിപ്പിച്ച് CPM-ന് അവിടെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല ഉത്തർപ്രദേശിൽ. പക്ഷേ CPM-ന് ബംഗാളിൽ സംഘടിപ്പിക്കാമല്ലോ. CA-ക്കെതിരായിട്ട് കേരളത്തിൽ നടത്തിയതുപോലെ ഏതെങ്കിലും ഒരു റാലി പശ്ചിമ ബംഗാളിൽ CPM നടത്തി, CPM-ന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടത്തി, ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്തിയത്. ഈ രാജ്യത്തൊരിടത്ത് നടത്താത്ത ഒരു റാലിയും പ്രതിഷേധവും കേരളത്തിൽ മാത്രം എന്താണ് CPM നടത്തിയത്? മുസ്ലിം ലീഗ് നടത്തിയത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ചില സംസ്ഥാനം, ഉദാഹരണം തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ. പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം പുറപ്പെടുന്ന ശേഷം അതിനെതിരായിട്ട് മുസ്ലിം ലീഗ് തമിഴ്നാട്ടിലുള്ള ആളുകൾ നടത്തി. കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ കൊണ്ടുവന്നത് ബോധപൂർവ്വം തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട അജണ്ട അട്ടിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. CPM-ഉം കോൺഗ്രസും വിചാരിച്ചത് പഴയതുപോലെ മുസ്ലിം സമൂഹം മുഴുവൻ തെരുവിലിറങ്ങും. CA-ക്കെതിരായിട്ടുള്ള ആദ്യത്തെ പ്രക്ഷോഭം നടന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൽ വ്യാപകമായിട്ട് മുസ്ലിം സമൂഹം തെരുവിലിറങ്ങിയിരുന്നു. അത് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. എത്രയോ സ്ഥലത്ത് BJP പ്രവർത്തകന്മാരെ വീട്ടിൽ കയറ്റാൻ അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് ഗോവയിൽ എഴുതി വെച്ച വീടുകളുണ്ടായിരുന്നു. ഞങ്ങൾ സമ്പർക്കം നടത്താൻ വേണ്ടി പോയപ്പോൾ
RS-കാരനും BJP-കാരനും ഞങ്ങളുടെ വീട്ടിൽ കയറണ എന്ന് എഴുതി വെച്ച വീടുകളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കേരളത്തിലെവിടെയും, കോഴിക്കോട് പ്രത്യേകിച്ചു, മുസ്ലിം സമൂഹം രംഗത്തിറങ്ങിയിട്ടില്ല. ഞങ്ങളതിനു ശേഷം മുസ്ലിം സമൂഹം താമസിക്കുന്ന നിരവധി പോക്കറ്റുകൾ ഞങ്ങൾ ഗൃഹസമ്പർക്കത്തിന് പോയിട്ടുണ്ട്. ഒരിടത്തു നിന്നും ഒരു ചോദ്യം പോലും ഉയർന്നു വന്നിട്ടില്ല. ഞാൻ നേരിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എത്രയോ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ അതിനുശേഷം പോയിട്ടുണ്ട്. എത്രയോ മുസ്ലിം വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സിംഗിൾ വ്യക്തി പോലും ഈ വിഷയം എന്നോട് ചോദിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം മുസ്ലിം ജനസമൂഹത്തിന്റെ മുമ്പിൽ ഈ വിഷയം ഒരു അജണ്ടയായിരുന്നില്ല. കാരണം അവർക്ക് ബോധ്യമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ CPM-ഉം കോൺഗ്രസും ലീഗുമെല്ലാം ഉയർത്തിയിട്ടുള്ള വാദം തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയത്തെ കേരളത്തിൽ വീണ്ടും ചർച്ചയാക്കി കൊണ്ടുവരാൻ ബോധപൂർവ്വ ശ്രമം നടന്നു. ആ ശ്രമത്തിൽ CPM പരാജയപ്പെട്ടു. രണ്ടാമത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും BJP-യുമായിട്ട് ധാരണയെക്കുറിച്ച് പറഞ്ഞു. CPM പറഞ്ഞു കോൺഗ്രസും BJP-യുമായിട്ട് ധാരണ, കോൺഗ്രസ് പറഞ്ഞു CPM BJP-യുടെ ധാരണ. എല്ലാ കാലത്തും ഇവരിത് പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ധാരണ CPM-ഉം കോൺഗ്രസുമാണ് എന്ന് വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ അജണ്ടയും ചുറ്റിപ്പെട്ടു. അതിനുശേഷമാണ് കഴിഞ്ഞ 2-3 ദിവസത്തെ മറ്റ് വിവാദങ്ങളുമായി വരുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വിവാദങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിലുണ്ടായിരുന്നു. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നല്ല ആത്മവിശ്വാസം കേരളത്തിലുണ്ടെങ്കിലും ഞങ്ങൾക്കുണ്ട്. മോഡി ഗ്യാരണ്ടിക്ക് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കോഴിക്കോട്ടെയും ജനങ്ങൾ മോഡി ഗ്യാരണ്ടിക്ക് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വിവാദങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥ അജണ്ടയെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവരും അവർക്കത് ബോധ്യപ്പെടും. അവർക്ക് പരാജയപ്പെടേണ്ടി വരും. ജനങ്ങൾ അവരുടെ അജണ്ട തീരുമാനിച്ചിട്ടുണ്ട്. ആ അജണ്ടക്ക് അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ വിവാദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ യഥാർത്ഥമായ സമ്മതിദാനാവകാശം വിനിയോഗിച്ച കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അഭിനന്ദിക്കുക. എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഫീൽഡിൽ വളരെ സജീവമായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ബൂത്തുകളിലും ഞങ്ങളുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തിൽ മുഴുവൻ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. ജനങ്ങൾ ഈ പ്രാവശ്യം മോഡിക്ക് അനുകൂലമായി, മോഡി ഗ്യാരണ്ടിക്ക് അനുകൂലമായി തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് തന്നെയാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. നല്ല റിസൾട്ട് ആയിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നുള്ളതാണ് പ്രാഥമികമായി ഞങ്ങൾ വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നിങ്ങൾ നന്നായിട്ട് എന്നോട് എന്നെ സഹായിച്ചു, ഞങ്ങളോട് സഹകരിച്ചു. അതിനൊന്നിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. വേറൊന്നുമില്ലല്ലോ.